ഇന്നലെ രാത്രി പിടിച്ച മഴയാണ്. രാവിലെ ആയിട്ടും തോർന്നിട്ടില്ല. പക്ഷെ പതിവ് പോലെ തന്നെ നമ്മുടെ മുറ്റത്ത് കിളികളൊക്കെ പഴം തിന്നാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ തരം കിളികൾ എന്നും വരാറുണ്ട് കേട്ടോ. പൂക്കളം ഇടാനായിട്ട് പൂക്കളൊക്കെ ഞാൻ നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കട്ടിങ്ങിന് തന്നെ കുറേ സമയമെടുത്തു. കാരണം ഒരു പീക്കോക്കിൻ്റെ ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതാണ് പൂക്കളിടാനുള്ള ആയുധം. ഹരിക്കുട്ടൻ്റെ സ്കെയിലാട്ടോ. അതിൻ്റെ എഡ്ജസൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇട്ട് തുടങ്ങി. ഇതാണ് ഫൈനൽ ലുക്ക് കണ്ടോ. ഞാൻ ഒട്ടും ക്രിയേറ്റീവ് അല്ല. ആരെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടിട്ട് അവരിട്ട പോലെ അങ്ങനെ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ കുറേ നേരം പൂക്കളത്തിൻ്റെ അടുത്ത് തന്നെ അത് നോക്കിയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു വീഡിയോ വാട്സാപ്പിൽ വന്നത്. അമ്മയുടെ ജോലി സ്ഥലത്ത്, അതായത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത്. അവിടെ തിരുവാതിര കളിച്ച ഒരു വീഡിയോ ആട്ടോ. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. കാരണം ഇതിൽ കുറേ അമ്മമാർ വളരെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ഒരു ക്ഷീണവും ഇല്ലാണ്ടാണ് തിരുവാതിര കളിക്കുന്നത്. എൻ്റെ അനിയത്തി നന്നായിട്ട് കളിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം തിരുവാതിരക്കളി കാണാൻ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കൂട്ടം പരിചയപ്പെടുത്തി തരാം. ഇത് സശോകേട്ടന് വേണ്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. കോട്ടൺ സിൽക്കിൻ്റെ ഷർട്ട്, പിന്നെ അതിന് മാച്ചിങ് ആയിട്ട് ഒരു മുണ്ടും. മുണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ഇത് അവരുടെ ഓഫീസിൽ ഓണം സെലിബ്രേഷന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കാരണം അവിടെ ഗോൾഡ് എക്സിബിഷൻ വരുന്ന സമയത്ത് മാത്രമാണ് എൻ്റെ ഹസ്ബൻഡ് 2 ജോഡി ഡ്രസ്സ് വാങ്ങിക്കുക. ഭയങ്കര മടിയാണ് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇത്തവണ ഞാനാണ് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.